എങ്ങനെയാണ് ഗ്യാസിൻ്റെ വിലയൊക്കെ? ഗ്യാസ് വില എന്ന് പറഞ്ഞാൽ വർഷം വർഷമല്ല, മാസം മാസം കൂടി കൂടി വരണം. അത് ശരിയായ രീതിയാണോ? ശരിയായ രീതിയല്ല, സാധാരണക്കാരന് ഭയങ്കര പ്രശ്നമാണ്. വിലക്കയറ്റം ഒരു പ്രശ്നം തന്നെയാണോ? വിലക്കയറ്റം പ്രശ്നം തന്നെയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എങ്ങോട്ടാണ് സാധാരണക്കാരൻ ജീവിക്കുക? സാധാരണക്കാരന് ബുദ്ധിമുട്ടിലാവും അത്. നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത് ശരിക്കും അന്യ സംസ്ഥാന തൊഴിലാളികളോട് വരുന്നുണ്ട്. 100% അവരുടെ സ്വർഗമാണ് കേരളം. അവരുടെ സ്വർഗമാണ് കേരളം. താങ്കളൊരു BJP അനുയായിയായിട്ട് ഞാനൊരു കാര്യം കൂടെ പറയാം. അതായത് അവരുടെ സ്വർഗമാണ് കേരളം എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ്, ബംഗാൾ, അതുപോലെ ഗുജറാത്ത്, ഇവിടെ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. ഇന്ന് വരുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ബിസിനസ് ചെയ്യാനാണ് ഗുജറാത്തിൽ നിന്ന് വരുന്നത്. ബിസിനസ് ചെയ്യാനാണെങ്കിലും ബിസിനസ് ഇവിടെ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഇത്തരം രീതിയിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും അവരുടെ നാട് സ്വർഗമാണെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എൻ്റെ ചോദ്യം. അല്ല, അവരുടെ നാട് സ്വർഗമല്ല. എന്താ വെച്ചാൽ അവിടെ എന്തുകൊണ്ടാണ് സ്വർഗമല്ല? അവിടെ കൂലി എന്ന് പറയുന്നത് ഒരു ഇപ്പം ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ ഞാൻ കുടിക്കുന്ന ഈ ചായ ഇതിന് എത്ര രൂപയാണ്? 10 രൂപ. സുനിയേട്ടൻ്റെ കടയിൽ 10 രൂപയാണിത് അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ചായ കുടിച്ചു ഇതിന് 10 രൂപയ്ക്ക് സുനിയേട്ടൻ പറയാണ് എനിക്ക് ഒരു 50 രൂപ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതെന്താ ചോദ്യം ചെയ്യപ്പെടും. ഓരോന്നിനും അതിൻ്റെതായ ഒരു ബേസിക് വിലയുണ്ട്. അതെ, ഇപ്പോൾ പെട്രോളിനും ഗ്യാസിനൊക്കെ ഉള്ള വില ശരിക്കും ജനങ്ങളുടെ കയ്യിൽ നിന്ന് ലൈസൻസോടെയുള്ള കൊള്ളടിയാണോ? തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല. ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പിന്നെ മറ്റുള്ള കുറച്ച് ആൾക്കാരുമുണ്ട്. ഇവരൊക്കെ BJPയുടെ ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലും പോകണം, ക്രിസ്ത്യാനികളെല്ലാം റോമിലും പോകണമെന്ന് പറഞ്ഞാൽ ഇതെന്താ പൊതുജനമല്ലേ? അവരൊക്കെ ജീവിക്കണ്ടേ? സാധാരണ ഇലക്ഷൻ സമയമാകുമ്പോൾ കുറച്ച് കൂട്ടലുണ്ടല്ലേ? കുറച്ച് കുറയും, പിന്നെ കൂടും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ഇതിൻ്റെ എന്തെങ്കിലും ഓരോ ഭാഗമായിട്ട് എന്ത് ഭാഗമായിട്ട് കൂടും? ജനങ്ങളെ പറ്റിക്കലല്ലേ ശരിക്കും അത്? അതെ. ഒരാൾ ഇന്നവരെ മുസ്ലിമുകൾക്കോ ക്രിസ്ത്യാനികൾക്കോ മറ്റുള്ള ഈ ദളിതർക്കോ ആയിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവരുടെ ഉദ്ദേശം. അവരൊന്നും ഇന്ത്യക്കാരേ അല്ല എന്നുള്ള. തൃശ്ശൂർ എങ്ങനെയാ ശരി? തൃശ്ശൂർ ജനങ്ങൾ മതേതരത്വം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഉറപ്പാണ്. ശക്തമായ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ് തൃശ്ശൂരിൻ്റെ മണ്ണിൽ. തൃശ്ശൂർ ആരെടുക്കും എന്നുള്ള രീതിയിലേക്ക് എല്ലായിടത്തും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സുനിലേട്ടൻ്റെ ചായക്കടയിലാണ്. അപ്പോൾ സുനിലേട്ടനോടാണ് ആദ്യം ചോദിക്കാൻ വേണ്ടി. സുനിലേട്ടാ നമസ്കാരം. തൃശ്ശൂരിൻ്റെ ഒരു മണ്ണ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? മണ്ണ് എന്ന് നോക്കിയാൽ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആരും എന്താണെന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. താങ്കളുടെ അഭിപ്രായം ആർക്കായിരിക്കും? ആർക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ അത്തരം രീതിയിലേക്കുള്ള കൃത്യമായ രാഷ്ട്രീയം ഇവിടെ ഉണ്ടോ? രാഷ്ട്രീയമുണ്ട്. നല്ല നല്ല എല്ലാവരും മൂന്നാളും നല്ല കട്ടയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് പോണു. വേറെന്താണ് പറയാനുള്ളത് ഈ ഇലക്ഷനോടനുബന്ധിച്ച്? ഇലക്ഷൻ നമുക്ക് നല്ല രീതിയിൽ നടക്കണം. കലാപങ്ങൾ പാടില്ല. എല്ലാവരും നല്ല രീതിയിൽ നടക്കണം. അങ്ങനെയുള്ളൊരു ആഗ്രഹക്കാരനാണ്. വേറെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയണത് കലാപങ്ങൾ ഇല്ല, പല സ്ഥലങ്ങളിലും തുടങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയണു. സുനിലേട്ടൻ ഹോട്ടൽ ബിസിനസ് തുടങ്ങി എത്ര വർഷമായി? ഞാനൊരു 10-18 കൊല്ലമായി. എങ്ങനെയാണ് ഗ്യാസിൻ്റെ വിലയൊക്കെ? ഗ്യാസ് വില എന്ന് പറഞ്ഞാൽ വർഷം വർഷമല്ല, മാസം മാസം കൂടി കൂടി വരണം. അത് ശരിയായ രീതിയാണോ? ശരിയായ രീതിയല്ല, സാധാരണക്കാരന് ഭയങ്കര പ്രശ്നമാണ്. അത് വലിയ വലിയ ഹോട്ടലുകാർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് കുഴപ്പം വരില്ല. അവർക്കും പ്രശ്നം തന്നെയാണ്. പ്രശ്നം തന്നെ. അവർ വെക്കുന്നത് നമ്മൾ ഇഡ്ഡലി വട പോലെ ഇല്ലല്ലോ. അവർ റേറ്റ് ഉണ്ട്, അവർക്ക് അതിനുള്ള മാർജിൻ കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ ഇഡ്ഡലി 10 രൂപ, വട 10 രൂപ എന്ന് പറയുമ്പോൾ ഈ ഗ്യാസിൽ ഒന്നും നമുക്കൊന്നും. ശരിക്കും സുനിലേട്ടനെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. സുനിലേട്ടന് നല്ല രീതിയിലേക്ക് ഭക്ഷണം, അടിപൊളി ഭക്ഷണമാണ് ഇവിടെ. അതുപോലെ തന്നെ എന്താണ് പറയുക, ഇഡ്ഡലി വടയൊക്കെ ഭയങ്കര രസമുള്ള ഭക്ഷണമാണ്. ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ വരലുണ്ട്. വന്ന് കഴിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് കേട്ടോ. വല്ലാത്ത നല്ല രസമുള്ള ഇഡ്ഡലി. എത്ര വർഷമായിട്ട് ഇതേ ലെവലിൽ? 18. ഞാൻ എടുത്തിട്ട് 18 വർഷമായി. അളിയനിപ്പോൾ ഒരു 10-55 കൊല്ലമായിട്ടുള്ള കടയത്, വർഷമുള്ള. ഈ കടയിലേക്ക് കയറുമ്പോൾ തന്നെ വല്ലാത്ത രസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സാധാരണ പഴമ നമുക്ക് ശരിക്കും മനസ്സിൽ വരുന്ന ഒരു പിക്ചർ ശരിക്കും നമുക്ക് മനസ്സിൽ വരും, പഴയ ഒരു ഹോട്ടൽ എന്നുള്ള ലെവലിൽ. നമസ്കാരം. കൃഷ്ണകുമാർ. എന്താണ് കൃഷ്ണകുമാരേട്ടാ ഇവിടുത്തെ ഒരു അന്തരീക്ഷം? ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ സുരേഷ് ഗോപി കൊണ്ടുപോകും, അത് ഷുവറാണ്. അത് നല്ല രീതിയിലുള്ള ഭൂരിപക്ഷം ഉണ്ടാവും. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണവർ, അതേപോലെ അത്യാവശ്യം ബുദ്ധിയുള്ളവർ, എല്ലാവർക്കും നല്ല പോലെ ബുദ്ധി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ നല്ല പോലെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാനൊരു BJP പ്രവർത്തകനാണ്. ഞാൻ ഓരോ വീട്ടിലും സമ്പർക്കത്തിനും അഭ്യർത്ഥനയ്ക്കും കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റപ്പ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് LDF അനുഭാവി പോലും, അതേപോലെ തന്നെ കോൺഗ്രസ് അനുഭാവി പോലും നല്ല പോലെ ചേഞ്ചാണ് വന്നിരിക്കുന്നത്.
തൃശ്ശൂരിന് ഒരു നല്ലൊരു ഭാവി കിട്ടണമെങ്കിൽ ബുദ്ധിക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്താൽ ഞാൻ ചോദിക്കുന്നത് ഈ വിലക്കയറ്റം എങ്ങനെയാ? വിലക്കയറ്റം കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഉണ്ടായിരുന്നു, LDF ഭരിക്കുമ്പോഴും ഉണ്ടായിരുന്നു വിലക്കയറ്റം. അതല്ല ഞാൻ പറയുന്നത്, ആളുകളുടെ വലിയ ചർച്ചാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2014 മുതൽ ഗ്യാസിൻ്റെ വില, എക്സാമ്പിൾ ചെറിയ വീട്ടിലെ ഗ്യാസിൻ്റെ വില എടുക്കാം 400 രൂപയുടെ ഉള്ളിലുണ്ടായിരുന്ന ഗ്യാസ് ഇന്ന് 1180 രൂപ വരായി. ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് കുറച്ചിട്ടുണ്ട്. ഈ ആളുകൾ ഒരു വല്ലാത്ത രീതിയിലേക്ക് ഈ ഇലക്ഷൻ ആകുമ്പോൾ കുറച്ച് ഇലക്ഷൻ കഴിഞ്ഞാൽ കുറച്ച് കൂട്ടുക എന്നുള്ള കണ്ടീഷനിലേക്കുണ്ട്. അതിനോട് എന്താണ് അഭിപ്രായം താങ്കൾ? അല്ല, ഗ്യാസ് മാത്രമല്ലല്ലോ, ഇപ്പോൾ ഗ്യാസ് എന്നും 2014 മുതൽ 2014 ഉപ്പിന് എത്ര രൂപയായിരുന്നു? അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇല്ല 2014 50 പൈസയല്ല. അതായത് ഇവിടെ വലിയൊരു പ്രശ്നം നടന്നിട്ടുണ്ട്. അതായത് വലിയൊരു കൊറോണ കാലം വന്നിട്ടുണ്ട്, വല്ലാത്ത രീതിയിലേക്കുള്ള പ്രളയങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ. ഞാൻ ചോദിക്കുന്നത് ശരാശരി മനുഷ്യൻ എന്നുള്ള ലെവലിൽ വിലക്കയറ്റം കൂടുതലാണോ എന്നാണ്. വിലക്കയറ്റം കൂടുതലാണ്. അത് ഓൾറെഡി എല്ലാത്തിനും, ഗ്യാസ് മാത്രമല്ലല്ലോ ഉപയോഗിക്കുന്നത്, എല്ലാത്തിനും കൂടുതലുണ്ട്. എല്ലാത്തിനും. എക്സാമ്പിളാണ് പറഞ്ഞത്. പെട്രോളിൻ്റെ വിഷയമാവട്ടെ, ഇപ്പോൾ ഞാൻ പറയുന്നത് പെട്രോളിൻ്റെ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമുണ്ട്. അതായത് 50 രൂപയ്ക്ക് ഒരു തവണ മോദി സാർ പറഞ്ഞായിരുന്നു 50 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ തരും എന്ന് പറഞ്ഞായിരുന്നു. 15 ലക്ഷത്തിൻ്റെ ആളുകൾ പറയുന്നുണ്ട്. അത് കള്ളപ്പണം പിടിച്ചാൽ എന്നുള്ളതാണ്. അത് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് പെട്രോൾ തരും, ഡീസലൊക്കെ തരും എന്ന് പറഞ്ഞായിരുന്നു. അത് നടപ്പിലാക്കിയില്ല. അതൊരു വല്ലാത്ത പ്രശ്നമാണ്. കാര്യം സാധാരണക്കാരുടെ ജീവിതം പ്രശ്നത്തിലാവുന്നത് ശരിക്കും ഇന്ധന വില കൊണ്ടാണ്. സംശയമൊന്നുമില്ലല്ലോ അതിൽ. ഇന്ധന വില കുറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റങ്ങൾ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഇപ്പോൾ ഞാൻ കാർ ഉപയോഗിക്കുന്നതാണ്, 2000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമ്പോൾ അതിൻ്റെ മൂല്യം എത്രയാണ് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാൻ പറ്റും. സംസ്ഥാനത്തിൻ്റെ തിരിവ് കുറക്കട്ടെ അവർ. തീർച്ചയായും. അപ്പോൾ സംസ്ഥാനത്തെ തിരിവ് ആകെ 2 രൂപയാണുള്ളത് അഡീഷണൽ. അതായത് ഈ ഈക്വലായിട്ട് സംസ്ഥാനത്തിന് കിട്ടുന്നുണ്ട്, കേന്ദ്രത്തിന് കിട്ടുന്നുണ്ട്. ആദ്യം ഈ 2 പേർക്ക് കിട്ടുന്നത്. ഞാൻ ചോദിക്കുന്നത് വിലക്കയറ്റം ഒരു പ്രശ്നം തന്നെയാണോ? വിലക്കയറ്റം പ്രശ്നം തന്നെയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എങ്ങോട്ടാണ് സാധാരണക്കാരൻ ജീവിക്കുക? സാധാരണക്കാരന് ബുദ്ധിമുട്ടിലാവും. അത് ശരിയാണ്. അത് പക്ഷേ അത് ചർച്ച ചെയ്യപ്പെടത്തില്ല എന്ന് ഞാൻ ചോദിക്കുന്നു. ഗവൺമെൻറ് മൂലം മാത്രം പറയാൻ പറ്റില്ല. ഗവൺമെൻറ് ഭരിക്കുമ്പോഴും ഞാൻ പറയുന്നത് ഇത് മോശം പറയുന്നതല്ല. വിലക്കയറ്റം ചർച്ച ചെയ്യപ്പെടുമോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും അത് വല്ലാതെ രീതിയിലേക്ക് ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ലേ? അങ്ങനെ തോന്നുന്നില്ല. വിലക്കയറ്റം പ്രശ്നമല്ല. അല്ല, അങ്ങനെ തോന്നുന്നില്ല. കാരണം ഇപ്പോൾ നിങ്ങൾ ഗ്യാസ് മാത്രം പറയുന്നു. ഗ്യാസ് മാത്രമല്ല, എല്ലാത്തിനും വില കൂടുന്നുണ്ട്. എല്ലാ ഗവൺമെൻറ് വരുമ്പോഴും ഉണ്ട്. ഇനി വീണ്ടും വില കൂടാൻ വേണ്ടി പോവാണ്. അതായത് നമ്മുടെ ഹൈവേ ടോളുകളൊക്കെ വർദ്ധിപ്പിച്ചു, വല്ലാത്ത രീതിയിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വല്ലാത്ത രീതിയിലേക്ക് നമ്മളെ ഭക്ഷ്യ സാധനങ്ങൾക്ക് മൊത്തം കൂടാൻ വേണ്ടി പോവാണ് ഇനി. അല്ല, ഹൈവേ ടോള് മാത്രമാണോ? രാജ്യത്തിന് ഒരു പുരോഗതി ഇല്ലേ? മോദി ഞാൻ പറയും പുരോഗതിയുണ്ട്. ഇത്രയും നല്ലൊരു പ്രധാനമന്ത്രി വേറെ എവിടുന്ന് കിട്ടും? അതൊന്നും ഞാൻ ഇതാക്കുന്നില്ല. ഞാൻ ശരിക്കും നിങ്ങളെ ക്ലോസ് ചെയ്യാനാണ്. എനിക്ക് ഉത്തരങ്ങൾ വേണം. ടോള് മാത്രം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. രാജ്യത്തിന് വേണ്ടി ഇത്രയും നല്ല രീതിയിലുള്ള രാജ്യത്തിന് പുരോഗതിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രി മോദി തന്നെയാണ്. അപ്പോൾ അടുത്ത ആളുടെ അഭിപ്രായം കൂടെ കേൾക്കേണ്ടതുണ്ട്. ചേട്ടാ നമസ്കാരം. എന്താണ് പേര്? എൻ്റെ പേര് മനോജ്. മനോജേട്ടാ, സുഖമായിരിക്കണം. എന്താണ് ശരിക്കും തൃശ്ശൂരിൻ്റെ ഒരു അഭിപ്രായം? തൃശ്ശൂരിൻ്റെ അഭിപ്രായം, സ്ഥാനാർത്ഥികൾ ബേസ് ചെയ്ത് നോക്കുമ്പോൾ സുനിൽകുമാർ എന്ന് പറയുന്ന LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വേറെ മോശം അഭിപ്രായമില്ല. ആളുടെ വ്യക്തിത്വത്തിന് കുറച്ച് വോട്ട് കിട്ടും. പിന്നെ ആളിവിടെ MLA ആയിരുന്നു, അതിൻ്റേതായ കുറച്ച് ആൾക്കുണ്ട്. എന്നാൽ നമ്മൾ തൃശ്ശൂരിൻ്റെ തന്നെയല്ല, നമ്മളെ കേരളത്തിൻ്റെ മൊത്തം ആവശ്യമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കേന്ദ്രമന്ത്രി വന്ന് തൃശ്ശൂർ എന്ന് പറയുന്നത് തൃശിവപേരൂർ ആണ് തൃശ്ശൂരിൻ്റെത്. 3 ശിവൻ്റെ അമ്പലം ഉള്ളതുകൊണ്ടാണ് തൃശ്ശൂരിന് തൃശിവപേരൂർ എന്നുള്ള പേര് കിട്ടിയത്. അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ പെരുമ ലോകം മുഴുവൻ തൃശ്ശൂർ അറിയപ്പെടുക തൃശ്ശൂർ പൂര. ഈ 19-ാം തീയതി തൃശ്ശൂർ പൂര. അപ്പോൾ നമ്മളെ ലോകത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന തരത്തിലുള്ള വികസനം തൃശ്ശൂർ വന്നിട്ടില്ല. ആ വികസനം വരണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. ഞാനൊരു CPMൻ്റെ പാർട്ടി മെമ്പറായിരുന്നു, DYFIയുടെ ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ട്. സ്വാശ്രയ കോളേജ് രജനി S ആനന്ദ് മരിച്ച സംഭവത്തിൽ 21 ദിവസം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള. ഇന്നത്തെ നമ്മുടെ നാടിൻ്റെ പ്രശ്നം തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ തൃശ്ശൂർ 3 സ്ഥാനാർത്ഥികളും കരുണാകരൻ്റെ മോന്, കരുണാകരൻ എന്നുള്ള കുറച്ച് വികസനം കൊണ്ടുവന്നിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മോൻ എന്നുള്ളൊരു പേര് ആർക്കുണ്ട്? മുരളീധരനുണ്ട്. അപ്പോൾ ഈ 3 പേരും തുല്യ ശക്തികളാണ്. എന്നാലും എൻ്റെ ആഗ്രഹം വ്യക്തിത്വം കൊണ്ട് സുരേഷ് ഗോപി ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു വ്യക്തിത്വം മാത്രം എടുത്താൽ മതിയോ ശരിക്കും? ഒരു കേന്ദ്രമന്ത്രി വേണമെന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ആള് ഇതിനു മുമ്പ് MP ആയിരുന്നു. അപ്പോഴാണ് തൃശ്ശൂരിൻ്റെ മാർക്കറ്റ് കണ്ടിട്ടുണ്ടോ?
കേരളത്തിൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു മാർക്കറ്റില്ല. അവിടെ ഒരു കിണർ കൊണ്ടുവന്ന് അവിടെ എന്തെങ്കിലും ഒരു വികസനം, അത് സ്ഥായിയായിട്ടുള്ള ഒരു വികസനം. അദ്ദേഹം 7.5 കോടി രൂപ ചെലവഴിക്കേണ്ട MP ഫണ്ടിൽ നിന്ന് വെറും 2 സംതിങ് ചെലവഴിച്ചുള്ളൂ. അതിൽ ശരിക്കും തൃശ്ശൂർ ഒരു ശക്തൻ തമ്പുരാൻ മാർക്കറ്റിൽ ആ ഒരു ചെറിയ സംഭവം മാത്രമാണോ താങ്കൾക്ക് പറയാനുള്ളത്? അത് മാത്രമല്ല, ആള് സിനിമ ഫീൽഡാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരുപാട് സമ്പാദ്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ആ സമ്പാദ്യം കൊണ്ട് ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക്, ഒരുപാട് വയ്യാത്ത കുട്ടികൾക്ക്, രോഗികൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഈ നല്ല ചാരിറ്റി എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്, നല്ല ലെവലിൽ ചാരിറ്റി ചെയ്തിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ തവണ തവനൂർ മണ്ഡലം അറിയാലോ അല്ലേ, KT ജലീലുമായി ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന വ്യക്തി, അതായത് ചാരിറ്റി കൊണ്ടുവന്ന് ചാരിറ്റിയുടെ തലവനാണ് ഈ ഫിറോസ് കുന്നുംപറമ്പിൽ. അപ്പോൾ ആ ഫിറോസ് കുന്നുംപറമ്പിൽ ശരിക്കും KT ജലീലിനോട് 2500 വോട്ടിന് പരാജയപ്പെട്ടു. അതായത് ഈ ചാരിറ്റി എന്ന് പറയുന്ന സാധനമല്ല ഈ രാഷ്ട്രീയമല്ല ചാരിറ്റി എന്നുള്ള സംഭവം ശരിക്കും വിജയിക്കുവാണെങ്കിൽ വല്ലാത്ത രീതിയിലേക്ക് ശരിക്കും ഫിറോസ് കുന്നുംപറമ്പിൽ ജയിച്ചേനെ. ഞാൻ ചോദിക്കുന്നത് ചാരിറ്റി, അതായത് സേവനം എന്നുള്ള സാധനമല്ല രാഷ്ട്രീയം. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അതായത് ട്രസ്റ്റ് ഉണ്ടാവാം, ആ ട്രസ്റ്റിൽ നിന്ന് സഹായിക്കുന്നുണ്ടാവാം, അതൊക്കെ അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്നുള്ള ആ മനുഷ്യൻ ഒരു എന്താണ് പറയുക, ഒരു പാർട്ടിയുടെ കാൻഡിഡേറ്റാണ്. ഏത് പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആയാലും ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി MP ആയാൽ പിന്നെ എന്താണ്, കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ സ്വത്താണ്. ഞാൻ പറയുന്നത് എല്ലാവരും സ്വത്താണ്. അതായത് ഇവിടെ നിന്ന് പോകുന്ന എല്ലാവരും സ്വത്താണ്. ഓക്കെ, അപ്പോൾ ആ കൈകാര്യം ചെയ്യുന്ന MP സ്ഥാനം കൈകാര്യം അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്യുന്ന ആൾക്ക് എന്തു വേണം, ജനങ്ങളോടും ഈ സമൂഹത്തോടും പ്രതിബദ്ധത വേണം. ആ പ്രതിബദ്ധത ഇല്ലാത്ത നേതാക്കന്മാരാണ് നമ്മളെ കേരളത്തേനും ഇന്ത്യനും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിബദ്ധത വേണം. ഞാൻ പ്രതിബദ്ധതൻ്റെ മോശമല്ല പറയുന്നത്, പ്രതിബദ്ധത എല്ലാവർക്കും ആവശ്യമാണ്. അതായത് ഒരു ജനപ്രതിനിധിക്ക് പ്രതിബദ്ധത 100% ആവശ്യമാണ്. അതൊന്നും ഇല്ലാന്ന് പറയുന്നില്ല. ഞാൻ പറയുന്നത് ചാരിറ്റി ആണോ രാഷ്ട്രീയമാണോ ചാരിറ്റി? അതായത് സ്വന്തം കയ്യിൽ നിന്ന്, അതായത് ഞാൻ പറയുന്നത് 7 സംതിങ് കോടി ഉണ്ടായിരുന്ന സമയത്ത് വെറും 2 കോടിയുടെ സംതിങ് മാത്രമാണ് അദ്ദേഹത്തിന് ചിലവഴിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ ഫിലിം ഫീൽഡിൽ ഉണ്ടാകുന്ന ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ അവർക്ക് ഫിലിമിൽ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും, ജനപ്രതിനിധികളായി മാറിക്കേണ്ടി വരും. അത്തരം ഒരു സംഭവം ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് വികാരമാണ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയാം സുരേഷ് ഗോപി വികാരമാണെന്ന് വെച്ചോളൂ. ഞാൻ പറയുന്നത് സുരേഷ് ഗോപി ഫുൾ ടൈം ഇവിടെ പടം മാറ്റി നിർത്തി ഇവിടെ നിൽക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും ഇനിയുള്ള പ്രവർത്തനം അങ്ങനെയാണെന്നാണ് ആളായിട്ട് സംസാരിച്ചപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ഇതിന് വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്താ വെച്ചാൽ നമ്മുടെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ലോകത്ത് പറയപ്പെടുന്നതാണ്, 100% ഉറപ്പില്ല, ലോകത്ത് ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ കേരളത്തിൻ്റെതായ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യത്തെ നമ്മുടെ മുഖ്യമന്ത്രി EMS എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു, സ്വന്തം ഒരു തറവാട്ട് സ്വത്ത് വിറ്റിട്ട് പാർട്ടിക്ക് കൊടുത്തു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നു? ഇതിൽ വിഷയം എന്താ അറിയോ? ഇതിൽ സ്വാഭാവികമായിട്ട് വിഷയം കേരളത്തിൻ്റെ ചർച്ച ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ടോട്ടൽ ലോകത്തിന് ചർച്ച ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് ഇന്ത്യനെ ചർച്ച ചെയ്യണം. അതായത് ഞാൻ പറയുന്നത് ഒരു കേരളത്തിലെ ഇപ്പോൾ പലപ്പോഴും ഞാനൊരു കാര്യം ചോദിക്കാം, പലപ്പോഴും ഈ BJP നേതാക്കളൊക്കെ ചർച്ച ചെയ്യുന്നത് പിണറായി വിജയനെയും പ്രധാനമന്ത്രിയെയും കൂട്ടിച്ചേർത്താം, പിണറായി വിജയൻ ഇത് ചെയ്തു, പ്രധാനമന്ത്രി അത് ചെയ്തു എന്നുള്ളത് അതിന് തെറ്റായ ഒരു ആശയമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് പിണറായി വിജയൻ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി, അതുപോലും അറിയാത്ത കുറേ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. വികസനം എന്നുള്ള സംഭവം വിലക്കയറ്റം ചർച്ച ചെയ്യുന്നുണ്ടോ എന്നാണ് നിങ്ങൾ ഒരു ചെറിയ ചോദ്യം. തീർച്ചയായും ചർച്ച ചെയ്യണം. എന്നുവെച്ചാൽ വികസനം എന്ന് പറയുന്നത് ഹൈവേ വികസനം മാത്രമല്ല, റോഡ് വികസനം മാത്രമല്ല, നമ്മൾ എന്ത് വേണം, ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനം വേണം. എന്നുവെച്ചാൽ കാർഷിക മേഖലയെ ഇവിടെ തകർച്ചയിലേക്ക് കൊണ്ടുപോവാണ്. അത് ആരാ കൊണ്ടുപോയി? അത് രണ്ടു കൂട്ടരും, അത് BJPയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഒരു പരിധി അത് തെറ്റല്ലേ? 100% ശരിയാണ്. ഞാൻ പറയുന്ന കാര്യത്തിൽ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പ്രളയം വന്നു എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ കോവിഡ് വന്നു. പ്രളയം വന്നത് എന്തുകൊണ്ടാണ്? എവിടെയാണ് പ്രളയം വന്നേക്കുന്നത്? ഈ തൃശ്ശൂർ റൗണ്ടിലോ അതിൻ്റെ പൊന്തി നിൽക്കുന്ന സ്ഥലങ്ങളിലുണ്ടായില്ലേ, പാടം നികത്തിയ സ്ഥലത്താണ് പ്രളയം ഉണ്ടായത്. ഇതിന്റെ വിഷയം എന്താ? പ്രളയം എന്ന് പറയുന്ന സാധനം ആക്സിഡന്റലി ഉണ്ടാവുന്ന സാധനമാണ്. അതെ, 100% മനുഷ്യൻ അങ്ങനെയല്ല. അതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. പല വികസനങ്ങളൊക്കെ മാറ്റി നിർത്തേണ്ടി വരും. ജനങ്ങൾക്ക് എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് കൊടുക്കുന്നതിനും കൂടുതൽ എന്ത് ചെയ്യണം? മൃഗങ്ങൾക്ക് നമ്മൾ സ്ഥാനം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇന്നിവിടെ കുറവാണ്, അറിയാമല്ലോ അല്ലേ? സ്പേസ് കുറവാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം. സുനിയേട്ടാ, എനിക്കൊരു കട്ടൻ ചായ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ ഒരു പരിധി വരെ എന്താ വെച്ചാൽ നമ്മളുടെ നാട്ടിൽ കൃഷിപ്പണി ഉണ്ടായിരുന്നു. അതുപോലെ മിഡിൽ ക്ലാസ്, നമ്മളിപ്പോൾ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് ബിസിനസ്സുകാർ മാത്രമല്ല, നമ്മളെ സാധാരണക്കാർ, കൃഷിപ്പണിക്കാർ, അതുപോലെ പെയിൻറ്റിങ് തൊഴിലാളികൾ, അതുപോലെ പറമ്പ് പണിക്കാർ, അങ്ങനെ ബേസ് ചെയ്തിട്ട് നമ്മളെ നാടിന് നല്ല ഒരു രീതിയിലുള്ള ക്രയവിക്രയം നടക്കാമെന്ന് പറയും. അവർ സാധാരണക്കാരന് പണം കിട്ടിയാൽ, 1000 രൂപ കൂലി കിട്ടിയാൽ അവനെന്ത് ചെയ്യും?
900 രൂപയും ഇവിടെ ചിലവഴിക്കും. അപ്പോൾ എന്താണ് ഈ ചായക്കടകളിൽ എന്തുണ്ടാവുന്നു, കച്ചവടം ഉണ്ടാകുന്നു. അതുപോലെ ബ്രാൻഡി കടകളിൽ കച്ചവടം ഉണ്ടാകുന്നു, തട്ടുകടകളിൽ കച്ചവടം ഉണ്ടാകുന്നു. അങ്ങനെ നാടിൻ്റെ സമൃദ്ധി ബേസ് ചെയ്ത് എന്താകുന്നു ഈ സാധാരണക്കാരൻ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന തൊഴിലാളികളുടെ പണം എന്താണ് ഇന്ന് കേരളത്തിലേക്ക് ഞങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്നത് ശരിക്കും അന്യ സംസ്ഥാന തൊഴിലാളികളോട് വരുന്നുണ്ട്. 100% അവരുടെ സ്വർഗമാണ് കേരളം. അവരുടെ സ്വർഗമാണ് കേരളം. താങ്കളൊരു BJP അനുയായിയായിട്ട് ഞാനൊരു കാര്യം കൂടെ പറയാം. അതായത് അവരുടെ സ്വർഗമാണ് കേരളം എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ്, ബംഗാൾ, അതുപോലെ ഗുജറാത്ത് ഇവിടെ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. നിന്ന് വരുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ബിസിനസ് ചെയ്യാനാണ് ഗുജറാത്തിൽ നിന്ന് വരുന്നത്. ബിസിനസ് ചെയ്യാനാണെങ്കിലും ബിസിനസ് ഇവിടെ ഉണ്ട് നടത്തും. അപ്പോൾ ഇത്തരം രീതിയിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും അവരുടെ നാട് സ്വർഗ്ഗമാണെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എൻ്റെ ചോദ്യം. അല്ല, അവരുടെ നാട് സ്വർഗ്ഗമല്ല. എന്താ വെച്ചാൽ അവിടെ എന്തുകൊണ്ടാണ് സ്വർഗ്ഗമല്ല? അവിടെ കൂലി എന്ന് പറയുന്നത് ഒരു പാടത്തോ പറമ്പിലോ, ഞാനൊരുവിധം ഇന്ത്യൻ പല സ്ഥലങ്ങളും സഞ്ചരിച്ചിട്ടുള്ള, നമ്മുടെ ഇവിടെ തന്നെ മൂന്നാർ പോലും 300-400 അല്ല, നമ്മളെ കേരളം എന്ന് പറയുന്ന സാധനം ഇത് വർഷങ്ങളായിട്ടുള്ള സാധനമാണ്, ഇന്നൊന്നര ഉണ്ടായ സാധനമല്ല. ഇപ്പോൾ ആ സംഭവത്തിൽ ഞാൻ എടുത്തു പറയേണ്ട വിഷയം കേരളം സമൃദ്ധിയുള്ള നാട് തന്നെയാണ്, സ്വർഗം തന്നെയാണ്. അത് ഞാൻ പറയുന്നത് നമുക്ക് ഇവിടെ ഇന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ ഇല്ലേ? ഉത്തർപ്രദേശിലോ മറ്റുള്ള സ്ഥലത്തോ പോയാൽ അത്തരം ഒരു രാഷ്ട്രീയ ചർച്ചകൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അത് സത്യം തന്നെയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ പറയുന്നത് ഇതാണ്, അവിടെ കൂലി എന്ന് പറയുന്നത് 200-250 ഉണ്ടാവുള്ളൂ. നമ്മുടെ അവിടെ നിന്നൊരു തൊഴിലാളിക്ക് 1000 രൂപ ബേസ് കൂലിയുണ്ട്. അത്രയേറെ സമൃദ്ധിയുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം. അപ്പോൾ താങ്കൾ പറയുന്ന ഈ പൈസ ഒക്കെ അങ്ങോട്ടേക്ക് പോവാണ് എന്നാണ് പറയുന്നത് അല്ലേ? അതും ഇന്ത്യയിലേക്ക് തന്നെയല്ലേ പോകുന്നത്? ായാലും നമ്മൾ മഹത്തായ ഒരു ഇത് ചർച്ച ചെയ്യുമ്പോൾ പോലും നമ്മളെ നാട് കേരളം എന്നുള്ള നാടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്ത് വേണം നമ്മളുടെ നാട് ഇപ്പം എന്താണ് പറയാൻ ചോദിക്കുന്നത്? കേരളം ഉത്തർപ്രദേശ് പോലെ ആവണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നു? ഒരിക്കലും ഇല്ല. കേരളം അതെന്തുകൊണ്ടാണ് BJP ഭരിക്കുന്ന സ്ഥലം? അതുകൊണ്ടല്ല, കേരളത്തിൻ്റെതായ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ ഉള്ളത് കൊണ്ടാണ് കേരളം എന്ന സംസ്ഥാനം ഇത്രയും ദുരന്തത്തിൽ പോലും പിടിച്ചു നിൽക്കുന്നത്. അത് പ്ലസ് പോയിന്റ് ആയിട്ടുള്ള സാധനമല്ലേ? അതെ, തീർച്ചയായും. താങ്കൾ BJPയെ അനുകൂലിക്കുമ്പോൾ പോലും ഉത്തർപ്രദേശ് പോലെ ആവരുത് എന്ന് പറയാൻ കാരണം എന്താ? താങ്കൾ ഒരു കാര്യം തെറ്റിദ്ധരിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ BJPനെ അനുകൂലിച്ചിട്ടില്ല. എന്താ വെച്ചാൽ എൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്നത് മോദിയാണെങ്കിൽ മോദി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതിന് ഇവിടുന്ന് ഒരു കേന്ദ്രമന്ത്രി വേണോ ശരിക്കും വികസനം ചെയ്യാൻ? വേണം. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഞാൻ പറഞ്ഞത് 83 പേരോളം എന്തുണ്ടായിരുന്നു ഇവിടെ ഇടതുപക്ഷ MP മാരുണ്ടായിരുന്നു. അവരാണ് എന്ത് ചെയ്ത് UPA സർക്കാരിന് നിസ്സാര കാരണം പറഞ്ഞ് പിൻവലിച്ചു. ഇന്നലെ ഒരു പ്രസ്താവന, ഞാനത് സാന്ദർഭികമായിട്ട് പറയാണ് കേട്ടോ. ഇന്നലത്തെ ഒരു പ്രസ്താവന, ഇന്ത്യ എങ്ങനെ ഭരിക്കണമെന്ന് തീരുമാനിച്ചാൽ 3 MP മാത്രമുള്ള CPM ആണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊതുജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതൊക്കെ അതിൻ്റെ സംഭവം. CPM-ന് ശരിക്കും ഇന്ത്യ ഭരിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇല്ല എന്നുള്ളത് പൊതുവായുള്ള സംഭവം. ഞാൻ പറയുന്നത് ഇപ്പോൾ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ജോലി ഇല്ലാത്ത കാരണം കൂട്ടത്തോടെ അന്യ രാജ്യങ്ങളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ താങ്കൾ പറഞ്ഞത് ഈ ബംഗാളി അടക്കം രാജസ്ഥാൻ അടക്കം ഇന്ത്യയിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ നേരെ മറിച്ച് ഇവിടെയുള്ള ജോലി താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജോലി ഇല്ലാത്ത കാരണം മൊത്തമായി പറിച്ചു നടുകയാണ് അന്യരാജ്യങ്ങളിലേക്ക് തിരിച്ചിവിടെയുള്ള പ്രോപ്പർട്ടിയൊക്കെ വിറ്റ് ആ ഫണ്ടൊക്കെ അങ്ങോട്ടേക്ക് പോവാം. അത് വല്ലാത്തൊരു ഭയാനകമായ കാര്യമാണ്. അതായത് ഇന്ത്യയുടെ സ്വത്ത്, ഇന്ത്യയുടെ തറ മാന്തിയിട്ടാണ് ശരിക്കും അവർ പോകുന്നത്. അതിന് എനിക്ക് പറയാനുള്ള വ്യക്തമായിട്ടുള്ളൊരു കാരണം, പണ്ട് ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അറേബ്യൻ നാടുകളിലാണ് നമ്മുടെ ആളുകൾ പണിയെടുക്കാൻ പോയി പറഞ്ഞത്. അവിടുത്തെ നിയമത്തും വെച്ചിട്ട് അവിടെ ഒരു സ്വത്ത് സമ്പാദിക്കാനോ അവിടെ നിന്നുള്ളൊരു സ്ഥലം വാങ്ങാനോ അവിടുത്തെ നിയമം അനുശാസിക്കുന്നത് തെറ്റാണ്. തീർച്ചയായും ഞാൻ അതിന് അത് തെറ്റാണ്. അല്ല, വ്യക്തമായ കാരണം പറഞ്ഞു അത് തെറ്റാണ്. എന്തുകൊണ്ട്? അത്തരമൊരു സംഭവമില്ല ഇപ്പോഴുണ്ട്. ആർക്ക് വേണം അല്ല, ഓക്കെ. ഇന്ന് കൂടുതൽ നമ്മുടെ കുട്ടികൾ പഠിക്കാനും ജോലി തേടി പോകുന്നത് എവിടെയാണ്? ഇന്ന് യൂറോപ്യൻ കൺട്രീസിലാണ്. എവിടെയാണെങ്കിലും ഇവിടെ ജോലിയില്ല, ഇവിടെ എന്താണ് പറയുക, ഇവിടെ ജീവിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് പറയുമ്പോഴാണല്ലോ പോകുന്നത്. അതായത് വർഷാവർഷം 2 കോടി ആളുകൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു, പ്രസ്താവന ഉണ്ടായിരുന്നു. ക്യാൻസറൊക്കെ ഫെയിലായി പോയത്. തീർച്ചയായിട്ടും ഇവിടെ അത് ആ ഒരു കാര്യത്തിൽ BJP വ്യത്യാസമില്ല. അതുപോലെ കേരളം ഭരിക്കണ CPM കേരളം ഭരിക്കണ CPM-നോട് ഞാൻ അതാ പറയുന്നത്. നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും ഒരേ കണ്ണിൽ കാണുന്നത്. ഞാൻ ചോദിക്കുന്നത് പോരായ്മ വന്നോ ശരിക്കും കേന്ദ്ര സർക്കാരിന്? തീർച്ചയായും അവർ ചില കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് അവർ റെഡിക്ക് ഇന്ത്യ എങ്ങനെ നീങ്ങണമെന്ന് അവർ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയെ കൊണ്ട് നോക്കിച്ചിട്ട് ഓരോ സംസ്ഥാനങ്ങളും പിടിക്കാനുള്ള കുശാകര ബുദ്ധി എന്ന് പറയുന്നില്ലേ, അതാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് അറിയാതെ പോലും എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനം വീണുകൊണ്ടിരിക്കുക. തെറ്റല്ലേ? അത് അവർ ചെയ്യണത് തെറ്റാണ്. പൈസ കൊടുത്ത് MLA-മാരെ വാങ്ങുന്നത് തെറ്റല്ലേ? തീർച്ചയായും. പിന്നെ ഞാൻ ചോദിക്കുന്നത്, അപ്പം പിന്നെ വീണ്ടും ഇതേ രീതിയിലേക്ക് താങ്കൾ പറയുന്നത് വീണ്ടും
BJP സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവരാണ് ശരിക്കും ഈ നമ്മളുടെ ലെവലിൽ കുറേ പൈസ വാങ്ങി ഇപ്പോൾ ഗ്യാസിൻ്റെ അടക്കമുള്ള അഡീഷണൽ പൈസ എന്തുവാ? ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് താങ്കളുടെ ഞാൻ കുടിക്കുന്ന ഈ ചായ ഇതിന് എത്ര രൂപയാണ്? 10 രൂപ. സുനിയേട്ടൻ്റെ കടയിൽ 10 രൂപയാണിത് അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ ചായ കുടിച്ചു ഇതിന് 10 രൂപയ്ക്ക് സുനിയേട്ടൻ പറയാണ് എനിക്ക് ഒരു 50 രൂപ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതെന്താ ചോദ്യം ചെയ്യപ്പെടും? ചെയ്യപ്പെടും. ഓരോന്നിനും അതിൻ്റെതായ ഒരു ബേസിക് വിലയുണ്ട്. അതെ. ഇപ്പോൾ പെട്രോളിനും ഗ്യാസിനൊക്കെ ഉള്ള വില ശരിക്കും ജനങ്ങളുടെ കയ്യിൽ നിന്ന് ലൈസൻസോടെയുള്ള കൊള്ളടിയാണോ? തീർച്ചയായിട്ടും, അതിലൊരു സംശയമില്ല. ഇവിടെ ശരിക്കും ഇത്തരം രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ അല്ലെ പാവങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പാവങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, അതിലൊരു സംശയമില്ല. അടുത്ത ആളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. പേരെന്താണ്? വേണുഗോപാൽ. വേണിച്ചേട്ടാ, എന്താ വിഷയം? സുഖമായിട്ടിരിക്കണം? സുഖമായിട്ടിരിക്കുന്നു. എന്താണ് തൃശ്ശൂരിൻ്റെ ഒരു മണ്ണിൻ്റെ അവസ്ഥ? ഇവിടെ ഒരു വിത്തിട്ട വിളയുന്ന മണ്ണാണ് തൃശ്ശൂർ. കാരണം LDF എന്ന് പറയുന്നത് സുനിൽകുമാർ 5 കൊല്ലം മന്ത്രിയായിരുന്നു. പാടങ്ങളെല്ലാം കൃഷി ചെയ്യിപ്പിച്ച് ഓരോ കാര്യങ്ങളും ചെയ്ത് ഈ നാട്ടിന് വേണ്ടിയിട്ട് നല്ല വികസനം നടത്തിയിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു സുനിൽകുമാർ എന്നാണ് എൻ്റെ പൊതു അഭിപ്രായവും ജനങ്ങളുടെ അഭിപ്രായവും. പക്ഷേ ഈ സുരേഷ് ഗോപി ഇവിടെ തൃശ്ശൂർ നിന്നിട്ട് അങ്ങ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്താ മണ്ണാണോ അല്ലെ കുട്ടികളാണോ ഇതെടുക്കാൻ പറയാൻ? ഇതിനൊരു പ്രത്യേകമായൊരു രാഷ്ട്രീയമുണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ച്. അച്ഛനെയും മകളെയും തോൽപ്പിച്ചൊരു മണ്ണാണിത് കോൺഗ്രസ്സുകാരെ. അതിൽ നിൽക്കുന്ന തെച്ചിക്കാട്ട് രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആനയുള്ളൂ, അതിന് തുല്യമാണ് ഇന്ന് നിൽക്കുന്ന സുനിൽകുമാർ. ആൾ നിന്ന് ജയിച്ചാൽ ഇവിടെ വികസനത്തിൻ്റെ വികസനവും ഉണ്ടാക്കും. ഈ സുരേഷ് ഗോപിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? താങ്കൾ ഇവരൊക്കെ 2-3 പേര് പറഞ്ഞു ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കുമെന്ന്. സുരേഷ് ഗോപി എവിടെ ജയിക്കണം? 3-ാം സ്ഥാനത്ത് പോലും എത്താൻ പറ്റില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു സിനിമാ നടൻ മാത്രമാണ്. സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് പോലും എത്തുന്നു, കെട്ടിവെച്ച കാശ് കിട്ടുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ നടൻ വിചാരിച്ചാൽ തൃശ്ശൂർ എടുക്കാൻ പറ്റുന്ന സ്ഥലമല്ല. ഇതൊരു കൊച്ചു കുട്ടീനെ എടുക്കും പോലെ അല്ല ഇത് നിങ്ങൾക്ക്. അതായത് സുരേഷ് ഗോപി ജയിക്കാൻ എങ്ങനെയാണെന്ന് പറയൂ നിങ്ങൾക്കറിയാമല്ലോ ഈ തൃശ്ശൂരിൻ്റെ മണ്ണ് എങ്ങനെയാണെന്ന്. ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ സുരേഷ് ഗോപി നല്ല ലെവലിലേക്ക് ലീഡ് ചെയ്ത് ജയിക്കുമെന്നുള്ള സമയത്താണ് നമ്മുടെ കൃഷ്ണരാജിൻ്റെ പ്രസ്താവന ഉണ്ടായത്. അതായത് പുത്തമ്പള്ളി നമ്മുടെ വടക്കുന്നാഥൻ്റെ മണ്ണാണ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. അതിനപ്പുറത്ത് പാലയൂർ പള്ളി അല്ലേ, പാലയൂർ പള്ളി അമ്പലമായിരുന്നു എന്നുള്ള നമ്മുടെ RV ബാബുവിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായി. അത്തരം പ്രസ്താവനകൾ ശരിക്കും ക്രിസ്ത്യൻ വോട്ട് കുറയ്ക്കുമോ എന്ന് എൻ്റെ ചോദ്യം. ക്രിസ്ത്യൻ വോട്ട് BJPക്ക് എങ്ങനെ കിട്ടുക? അവർ ന്യൂനപക്ഷമാണ്. അപ്പം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ഇവർ BJP അല്ലെങ്കിൽ ഒരു RSSകാരന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളം എന്താ നമ്മൾ പറയുന്ന തമാശ കളിക്കുന്ന ഒരു സ്ഥലമാണോ? ഇന്ന് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇരട്ടച്ചങ്കനാണ്. ന്യൂനപക്ഷങ്ങളെ വല്ലാത്ത രീതിയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ എന്നാണ് പറയുന്നത്. അതിനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, പിന്നെ മറ്റുള്ള കുറച്ച് ആൾക്കാരുമുണ്ട്. ഇവരൊക്കെ BJP ഇവിടെ ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കാനാണ് അവർ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം മുസ്ലിങ്ങളെല്ലാം പാകിസ്ഥാനിലും പോകണം, ക്രിസ്ത്യാനികളെല്ലാം റോമിലും പോകണമെന്ന് പറഞ്ഞാൽ ഇതെന്താ പൊതുജനമല്ലേ? അവരൊക്കെ ജീവിക്കണ്ടേ? അല്ല, അവർ ശരിക്കും ഞാൻ പറയുന്നത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും BJP നല്ല രീതിയിൽ തന്നെയല്ലേ നോക്കുന്നത്? അതെങ്ങനെ നോക്കണോ? അവരൊക്കെ രാഷ്ട്രീയമുണ്ട്, പൊതു രാഷ്ട്രീയമുണ്ട് BJPക്ക്. BJPയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രം മാത്രം മതി, ഹിന്ദുക്കൾ മാത്രം മതി എന്നുള്ളതാണ്. അതിൽ പല ജാതിക്കാരുണ്ടാവും. പക്ഷേ ഹിന്ദു രാഷ്ട്രമായിട്ട് മാത്രം നമ്മളെ കേരളം കൊണ്ടു നടക്കാൻ പറ്റുമോ? പല ന്യൂനപക്ഷങ്ങൾ, പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പല ഘടകങ്ങളുണ്ട്. അവരെയൊക്കെ തള്ളി മാറ്റിയിട്ട് ഒരു BJP മാത്രം കേരളത്തിൽ അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ ഇത് കേരളമാണ്, അല്ല അമേരിക്ക മറ്റേ മോഡി ഭരിക്കുന്ന രാജ്യമൊന്നും അല്ല ഇത്. ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപി ശരിക്കും ഇവിടെ 1-ാം സ്ഥാനത്ത് നിൽക്കുമെന്ന് പറയുന്നത് താങ്കൾ ജയിക്കില്ല എന്നാണ് പറയുന്നത്. ജയിക്കില്ല, കെട്ടിവെച്ച കാശിന് 3-ാം സ്ഥാനത്ത് അവരെ നോക്കിയാൽ മതി. പേരെന്താ ചേട്ടാ? പേരാജയൻ. ഭക്ഷണം കഴിക്കാവുന്നതാണോ? അതെ. എങ്ങനെയാണ് തൃശ്ശൂരിൻ്റെ ഒരു മണ്ണ്? തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുന്നതാണ് ഉറപ്പ്. എത്രത്തോളം ഉറപ്പുണ്ട്? 3/4 ഉറപ്പന്നെ. അതായത് തൃശ്ശൂർ കേന്ദ്ര നേതൃത്വം നേരിട്ടുള്ളതാണ് സുരേഷ് ഗോപിയുടെ ഒരു പങ്ക് അല്ലേ? തൃശ്ശൂർ ശരിക്കും കേരള നേതൃത്വത്തെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ അത്തരം രീതിയിലേക്കുള്ള സംഭവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാലോ കെ സുരേന്ദ്രനൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അതായത് വോട്ട് കച്ചവടത്തിൻ്റെ ഉസ്താദാണ് അദ്ദേഹം. ആണ്. അപ്പോൾ ഈ വോട്ട് കച്ചവടത്തിൻ്റെ ഉസ്താദിൻ്റെ ഇടയിൽ ശരിക്കും ജയിക്കാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. ജയിക്കാൻ കഴിയും. സുരേഷ് ഗോപി ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ സുരേന്ദ്രൻ ഒന്നുമല്ലാതായി പോകുമെന്നുള്ള ചർച്ച ഇപ്പോഴും ഉണ്ട്. വർഷങ്ങളായിട്ട് സുരേന്ദ്രനൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമുണ്ട്, അതൊക്കെ പോയി പോകുന്നു എന്നുള്ളതുണ്ട്. നേതൃത്വത്തിൽ തന്നെ തോൽവി ശരിക്കും ഏറ്റുവാങ്ങാനുള്ള കണ്ടീഷൻ ഉണ്ടാവുമോ ശരിക്കും? സുരേഷ് ഗോപി ജയിക്കുന്നു നല്ല ഉറപ്പാണ്. എന്തുകൊണ്ടാണ് ജയിക്കുമെന്ന് പറയുന്നത്? ജയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയും കള്ളത്തരം കാരണം. സുരേഷ് ഗോപി ജയിക്കണം. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചാൽ എന്താണ് താങ്കൾക്ക് കിട്ടുക? ഈ ഭാഗത്ത് നല്ലൊരു ഇത് വരുന്നു പറയാം.
പറയാൻ നിർബന്ധമുണ്ടോ? ആ നിർബന്ധമായിട്ടും പറയാമെന്ന്. വിലക്കയറ്റം എങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ? വില കയറ്റം ഇത് കഴിഞ്ഞിട്ട് അറിയാം. വില കൂടുകയില്ലേ? ആ സാധാരണ ഇലക്ഷൻ സമയമാകുമ്പോൾ കുറച്ച് കൂട്ടലുണ്ടല്ലേ? കുറച്ച് കുറയും പിന്നെ കൂടും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അത് ഇതിൻ്റെ എന്തെങ്കിലും ഓരോ ഭാഗമായിട്ട് പോവും. എന്ത് ഭാഗമായിട്ട് കൂട്ടണം? ജനങ്ങളെ പറ്റിക്കലല്ലേ ശരിക്കും അത്? അതെ, പറ്റിക്കുന്നു. വിലക്കയറ്റം ശരിക്കും ജനങ്ങളെ പറ്റിക്കലല്ലേ? കുറയ്ക്കുക, കൂട്ടുക, ആ ഇലക്ഷൻ സമയമാകുമ്പോൾ കുറയ്ക്കുക. ഈ കാശൊക്കെ പിന്നെ അവർക്ക് ഈടാക്കണ്ടേ? ഏത് കാശ്? ഈ ഇലക്ഷൻ്റെ ഈ കാശ് ചിലവായി നമ്മളാണോ? നമ്മളല്ല, മൊത്തത്തിൽ അതിൻ്റെ കാശും ഇതൊക്കെ ആയിട്ടാണ് ഇതിൽ കയറ്റണമെന്ന് എൻ്റെ അറിവ്. അപ്പോൾ എങ്ങനെയാ ഇത് നമ്മളെ കയ്യിൽ നിന്ന് ഇലക്ഷന് പൈസ മൊത്തം പിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ പൈസ ഇലക്ഷൻ ചിലവാകും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ തിരിച്ച് നമ്മളെ കയ്യിൽ തന്നെ വീണ്ടും പിടിക്കും. കൊള്ളയല്ലേ അത്? അതെ അതെ അല്ലേ? അപ്പോൾ ഈ വിലക്കയറ്റത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുക? ഇതിനെ പറ്റി കൂടുതൽ പറയാനൊന്നും. അത് കഷ്ടമല്ലേ? ജീവിക്കാൻ വലിയ കഷ്ടമാണ്. അതെ അതെ, പാവപ്പെട്ടവന് ഒരിക്കലും പറ്റില്ല. പാവപ്പെട്ടവന് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ ഗതിയിലായത് നമ്മൾ? ഗതിയിൽ അവ ദൂർത്ത് കാരണം. ആരുടെ ദൂർത്ത് കാരണം? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. അപ്പോൾ ഈ വിലക്കയറ്റത്തിനൊക്കെ ഉദാഹരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? പകുതി ഭാഗം അവർ തന്നെയാണല്ലോ അത് കൂട്ടണതും. പകുതി ഭാഗം എവിടെയാണ്? ഗ്യാസിനൊക്കെ വില കൂട്ടുന്ന ആരെയാണ്? ഗ്യാസിന് അവിടെ നിന്ന് കിട്ടണോട്ടും കൂടുതൽ ഇവിടെ കൂട്ടണില്ലേ? അതെങ്ങനെ കൂട്ടണേ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, ഫുള്ളായിട്ട് അവരല്ല. ഗ്യാസിന്റെ വില നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതെ, അതിൽ നിന്നിട്ട് ഇവിടെ കൂട്ടണില്ലേ? 2014 മുതൽ 2024 വരെ ഞാൻ ചോദിക്കുന്നത് വല്ലാത്തൊരു ചോദ്യമാണ്. അതായത് നമ്മൾ ഈ വിലക്കയറ്റത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സാധാരണ രീതിയിലേക്കുള്ള ആളുകൾക്ക് ജീവിച്ചു പോകാനുള്ള സാഹചര്യം അന്നുണ്ടായിരുന്നോ ഇന്നുണ്ടായിരുന്നോ? പഴയ കാലത്ത് കുറച്ചുണ്ടായിരുന്നു, നല്ലൊരു ഉള്ള കാരണം ജീവിച്ചു പോയായിരുന്നു. അവരൊക്കെ മരിച്ചു പോയി. ഇപ്പോൾ എല്ലാവരും അവരെ കീശ വീർപ്പിക്കുക. കഷ്ടപ്പാടിലാണ് ജനങ്ങളിൽ. അതെ അതെ. ഇതിന് ആരൊക്കെ കാരണക്കാരൻ? പേര് എടുത്ത് പറയാൻ ആളല്ല. നമസ്കാരം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണോ? അതെ അതെ, ഭക്ഷണം. ചേട്ടൻ്റെ ചായക്കടയിലെ ഇഡ്ഡലിയൊക്കെ എങ്ങനെയുണ്ട്? ഇഡ്ഡലി വളരെ നല്ല ഇഡ്ഡലി, ഒരു രക്ഷയില്ല. നല്ല ഇഡ്ഡലി, നല്ല വട, ഇവിടെ ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങളും ഭയങ്കര രസമാണ് കേട്ടോ. ശരിക്കും ഞാൻ ഇവിടുന്ന് കഴിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. വളരെ നല്ല രസമുള്ള അല്ലേ, ഭയങ്കര ക്രിസ്പി ആയിട്ടൊക്കെ ഉള്ള. അതെ, ഇങ്ങനത്തെ ഭക്ഷണം ഇവിടെ ഇല്ല. തൃശ്ശൂരത്തെ മണ്ണ്, തൃശ്ശൂർ ദേശത്തില്ല ഇങ്ങനത്തെ ഭക്ഷണം. തൃശ്ശൂരത്തെ മണ്ണ് ആർക്കാണ്? തൃശ്ശൂരത്തെ മണ്ണ് ആർക്കാന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും, തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും. ഒരാൾ എടുത്തു കൊണ്ടുപോകുന്നു പറയുന്നത് സുരേഷ് ഗോപി. അതാർക്കും പറ്റില്ല, എടുത്തുകൊണ്ട് പോകാൻ. അങ്ങനെ പറയണേ? അതെ, സുരേഷ് ഗോപി വർഗീയ പാർട്ടി ജയിക്കില്ല. എന്തുകൊണ്ടാണ് വർഗീയത എന്ന് പറയുന്നത്? വർഗീയത എന്ന് പറയുന്നത് അവർക്ക് മുസ്ലിം, ക്രിസ്ത്യൻ, മറ്റേ താഴ്ന്ന ജാതികളെ ഒക്കെ അവർക്ക് കണ്ടുകൂടാ. അവർക്കൊരു 3-4 ബ്രാഹ്മണൻ, നമ്പൂതിരി, പട്ടര്, നായര്, മേനോൻ, അങ്ങനെയുള്ള വാൽസ്യാർ, ഇവരൊക്കെ മാത്രം മതി. എല്ലാവരെയും കൂട്ടിപ്പിടിച്ചല്ലേ അവർ പോകുന്നത്? അതെ, എല്ലാവരെയും കൂട്ടിപ്പിടിച്ചല്ലേ? അത് കൂട്ടിപ്പിടിക്കുന്നത് അവർ കാര്യസാധ്യതയ്ക്ക. ആ കാര്യസാധ്യത കഴിഞ്ഞാൽ അവർ കളയവരെ. അതെ, അങ്ങനെ പറയുന്നത്. അതങ്ങനെ അതാണ് അതിന് മേൽക്കോയ്മ. അങ്ങനെയാണ് അവർ ചെയ്യാത്. ഉറപ്പാണ് അങ്ങനെ പറയുന്നത്? 100%. എന്തുകൊണ്ടാണ് 100% പറയും? ഞാൻ പറയുന്നത് സാധാരണ ആളുകളെ കൂട്ടിപ്പിടിക്കുന്നില്ലേ? കൂട്ടിപ്പിടി സാധാരണക്കാർ, അതൊരു കാര്യം നടക്കാൻ, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. പിന്നെ വർഗീയ പാർട്ടി കേരളത്തിൽ ഓടില്ല. എന്തുകൊണ്ട് വർഗീയത? സുരേഷ് ഗോപി വർഗീയത പറഞ്ഞോ? ഇല്ല, വർഗീയത പറഞ്ഞിട്ടില്ല. എന്നാലും ചെറിയൊരു BJP എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുക വർഗീയ പാർട്ടി എന്നാണ്. അതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ അതങ്ങനെ വിചാരിക്കാൻ കാരണം എന്ന് വെച്ചാൽ അതങ്ങനെയാണല്ലോ. നമ്മൾ കേന്ദ്രത്തിൽ കണ്ടു വളരണ എങ്ങനെയാണ്. ഒരാളും ഇന്നവരെ മുസ്ലിമുകൾക്കോ ക്രിസ്ത്യാനികൾക്കോ മറ്റുള്ള ഈ ദളിതർക്കോ ആയിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവരുടെ ഉദ്ദേശം. അവരൊന്നും ഇന്ത്യക്കാരേ അല്ല എന്നുള്ള രീതിയിൽ അവരെ സംസാരം. ഇന്ത്യക്കാരെ അല്ല എന്ന് പറയും. അവർ പറയുന്നത് അങ്ങനെയാണ്. ഇന്ത്യക്കാരല്ല അവർ. പാകിസ്ഥാനിലേക്ക് മുസ്ലിം, മറ്റൊരു റോമിൽ ദളിതർ കാട്ടിയെ പോകുന്ന പറഞ്ഞത് മനസ്സിലായില്ല. കാട്ടി പോയിട്ട് എന്ത് ചെയ്യാനാ? വില പുലിയ സിംഹം പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ ആനയെ ചവിട്ടി കൊല്ലുക. ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് വേറെ ഒന്നുമല്ല. വേറെ ഒരാളെ അവർക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, മേനോൻ, നമ്പൂതിരി, ഭട്ടര്, ബ്രാഹ്മണൻ, നായർ, ഇങ്ങനെ ആളുകളെ അവർക്ക് ആവശ്യമുള്ളൂ. വേറെ ഒരാളെ ആവശ്യമില്ല. എന്തുകൊണ്ട് അങ്ങനെ വ്യക്തമായിട്ട് പറയാൻ കാരണം നമ്മൾ കണ്ടു വളർന്നു. ഞാൻ വന്നിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. ഞാൻ കണ്ടു മനസ്സിലാക്കി. നമ്മുടെ പഴയ നാടല്ല, ഇപ്പം എല്ലാം വർഗീയതയാണ്. കയ്യുമൊരു ചിരട് കെട്ടി കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു താഴ്ന്ന ജാതിക്കാരനാണെങ്കിൽ കയ്യുമൊരു ചിരട് കെട്ടി ഒരു നായരെ വീട്ടിൽ പോയാൽ എനിക്കൊരു തുള്ളി വെള്ളം തരില്ല. എനിക്ക് അയിത്തം ദൂരത്ത് നിർത്തും. മനസ്സിലായ? ഈ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദു സമുദായത്തിലെ ഇത് പച്ചക്കന്നെ ഞാൻ പറയാണ്,
ആശാരി, തീയര്, ഇങ്ങനെ ഒരുപാട് അവരൊന്നും കണക്കിൽ ഇവരെടുത്തിട്ടില്ല. ഒരു കാര്യം യോജിക്കാത്തൊരു സംഭവമാണ്. ഇല്ല, യോജിക്കില്ല. പക്ഷേ ഇവരൊന്നും കണക്കിൽ അവരെടുത്തിട്ടില്ല. അവർ വെറുതെ അവരുടെ കാര്യങ്ങൾ നടക്കണം. മണിപ്പൂർ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. മണിപ്പൂർ ശരിക്കും ഞാൻ പറയുന്നത് മണിപ്പൂർ വിഷയം ശരിക്കും ചർച്ച ചെയ്യപ്പെടുമോ തൃശ്ശൂർ ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും കേൾക്കാനില്ല. അവിടെ ആണുങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് സുരേഷ് ഗോപി. അവിടെ ആണുങ്ങൾ, അവിടെ എല്ലാവരും ആണുങ്ങളാണ്, പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും വളരെ വൃത്തികെട്ട കാര്യങ്ങൾ അവർ ചെയ്തത്. എന്നുവെച്ചാൽ കേരളത്തിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരാൾ മരിച്ചാലും മറ്റുള്ളവൻ രക്ഷിക്കും. അതാണ് കേരളം. മനസ്സിലായില്ല? അത് ശരിക്കും അവിടെ നടന്നില്ല. അവിടെ എല്ലാവരും BJP-ക്കാർ നീങ്ങുന്നു. മറ്റേ കന്യാസ്ത്രീകളെ എന്തെല്ലാം വൃത്തികേട് അവർ ഭക്തതായി കൊണ്ടു നടക്കുക. ഇതൊന്നും നടക്കണ കാര്യം ശരിയല്ല. എന്നിട്ട് ആളുകളോട് പറയുമ്പോൾ പാരമ്പര്യമായിട്ടുള്ള വഴക്കാണ് അവിടെ. ഒരു പാരമ്പര്യമായിട്ടുള്ള വഴക്ക് അവിടെ ഇല്ല. പാരമ്പര്യമായ വഴക്കുണ്ടെങ്കിൽ പോലും അവിടെ അമർത്തേണ്ടത് ശരിക്കും സർക്കാരിൻ്റെ കടമയായിരുന്നു. സർക്കാർ അവിടുത്തെ മറ്റേ ആഭ്യന്തരം റെഡിയല്ല. 240 പള്ളി പൊളിച്ചിട്ടുണ്ട്. അത് കാണിക്കാണ്ട്. അതായത് പള്ളി പൊളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഈ പല പ്രാർത്ഥനാ കേന്ദ്രങ്ങളാണ്, പള്ളികളല്ല എന്ന് പറയും. പിന്നെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാണ് ഇതൊക്കെ പൊളിപ്പിച്ചു. അവരെ പൊളിച്ച് പ്രാർത്ഥനാ കേന്ദ്രമല്ല അവർ പൊളിക്കണുള്ളൂ. എന്നാലും അവിടെ പറയുകയേ ഉണ്ടാവുള്ളൂ. ഇന്ത്യ നശിപ്പിക്കാനാണ് BJP നോക്കുന്നത്, വേറെ ഒന്നുമല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് പറഞ്ഞു നമ്മൾ പണ്ട് കണ്ട ഇന്ത്യയല്ല ഇപ്പോൾ. ഇന്ത്യ വളരെ വ്യത്യാസമായി. എല്ലായിടത്തും എന്തായാലും വർഗീയത അങ്ങോട്ട് ഇങ്ങോട്ട്. എന്തൊരു ശരിക്കും അതിൽ വല്ലാത്ത വിഷമമുണ്ടോ? പിന്നെ വളരെ വിഷമമുണ്ട് എനിക്ക് ഈ ഇന്ത്യനെ കാണുമ്പോൾ, വളരെ വിഷമമുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല വേണ്ടത്. നേരെ മറിച്ച് സുരേഷ് ഗോപി സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണെങ്കിൽ അയാൾ എപ്പോൾ ജയിച്ചു എന്ന് വിചാരിച്ചാൽ മതി. BJP ആയതുകൊണ്ട് അയാൾ ജയിക്കാൻ ടഫാ. നമസ്കാരം, സുഖമായിട്ടിരിക്കണം. എന്താണ് പേര്? ജിസൻ. ഇവിടെ ഈ തൃശ്ശൂരിൻ്റെ മണ്ണ് ആർക്കൊപ്പം? മുരളീധരനൊപ്പം. എന്തുകൊണ്ടാണ് മുരളീധരൻ്റെ പേര് പറയുന്നത്? അതായത് നമ്മുടെ ഇന്ത്യയിൽ ഒറ്റകക്ഷിയായിട്ട് കോൺഗ്രസ് വരണം. അപ്പോൾ ഇവിടുന്ന് കോൺഗ്രസ്സുകാർ പരമാവധി MP-മാർ കേന്ദ്രത്തിലെത്തണം. പരമാവധി MP-മാർ കേന്ദ്രത്തിലെത്തണം. പത്മജ വേണുഗോപാൽ ഇപ്പോൾ BJP-യിലേക്ക് പോയത് ബാധിക്കുമെന്ന് എൻ്റെ ചോദ്യം. ഒന്നും ബാധിക്കില്ല. അതൊക്കെ ഇലക്ഷന് വരുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്. അങ്ങനെയെങ്കിൽ പത്മജ പോയതിന് പിറ്റേ ദിവസം എന്തുകൊണ്ടാണ് വടകരയിൽ നിന്ന് മുരളീനെ തൃശ്ശൂർ കിട്ടുന്നത്? തൃശ്ശൂരിലിട്ടത് പ്രതാപനെ ഇവിടുന്ന് മാറ്റുക. നല്ല രീതിയിലേക്ക് പോസ്റ്റൊക്കെ അടിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് വന്നതല്ലേ? അത് സിറ്റിംഗ് MP-മാർ മത്സരിക്കണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം സിറ്റിംഗ് MP-മാർ മത്സരിക്കാമെന്ന് പറഞ്ഞ കാരണം എല്ലാവരും സിറ്റിംഗ് MP-മാർ പോസ്റ്ററുകളൊക്കെ അടിച്ച് സ്ഥാനാർത്ഥി നിർണയം വന്നിട്ടുണ്ടായിരുന്നില്ല. എത്രത്തോളം വിജയസാധ്യത ഉണ്ട് ശരിക്കും മുരളീധരൻ എന്നാണ് എൻ്റെ ചോദ്യം? നല്ല സാധ്യതയുണ്ട്. ഈ മുരളീധരൻ ജയിച്ചു കഴിഞ്ഞാൽ ശരിക്കും BJP-യിലേക്ക് പോകും എന്നാണ് പല ആൾക്കാരും കാഴ്ചപ്പാട്. അതൊക്കെ വെറുതെ ഓരോ പ്രചരണങ്ങളാണ്. ഒരിക്കലും മുരളീധരൻ BJP-യിലേക്ക് പോവില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഗ്യാരണ്ടി പറയാൻ കഴിയുക? ഗ്യാരണ്ടിയാണ്. അതായത് കരുണാകരൻ്റെ പാരമ്പര്യമുള്ള ഒരാളാണ്. കരുണാകരൻ്റെ പാരമ്പര്യ ആളല്ലേ പത്മജ? കരുണാകരൻ്റെ പാരമ്പര്യം പത്മജിക്ക് ഇല്ല. കരുണാകരൻ്റെ മകളല്ലേ? മകളാണ്. പക്ഷേ പത്മജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇലക്ഷന് മാത്രം വരുന്ന ഒരു പ്രതിഭാസമാണ്. ജനങ്ങൾക്കൊരു പേടി എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കരുണാകരൻ്റെ മകളായ ഒരു വ്യക്തി തന്നെ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വല്ലാത്ത ഭയാനകമാണ്. ആരെയും പേടിക്കുക എന്നുള്ളതാണ്, ആരെയും വിശ്വാസമില്ല എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾ എടുക്കുമെന്ന് എൻ്റെ ചോദ്യം. അത് കേരളത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. തൃശ്ശൂർ എങ്ങനെയാണ് ശരി? തൃശ്ശൂർ ജനങ്ങൾ മതേതരത്വം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഉറപ്പാണ്? ഉറപ്പ്. എന്തുകൊണ്ട് അങ്ങനെ ഉറപ്പ് എന്ന് പറയുന്നത്? ഉറപ്പ് എന്ന് പറയണമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മൊത്തം അങ്ങനെ തന്നെയാണ്. ആ ഉറപ്പ് തന്നെ ആണ്. തൃശ്ശൂരിൽ ശരിക്കും സുരേഷ് ഗോപി ജയിക്കുമോ? ജയിക്കാൻ ചാൻസ് ഇല്ല. എന്തുകൊണ്ടാണ് ജയിക്കാൻ ചാൻസ് ഇല്ല? അതായത് ന്യൂനപക്ഷങ്ങൾ ഒരു 10-25% ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അപ്പം ന്യൂനപക്ഷങ്ങൾ എന്തായാലും BJP-ക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം. തൃശ്ശൂരിലെ ഓരോരുത്തർക്കും കൃത്യമായ രാഷ്ട്രീയമുണ്ട്, കൃത്യമായ വിലയിരുത്തലുമുണ്ട്. അപ്പോൾ തീർച്ചയായും ഇലക്ഷന് വളരെ കുറച്ച് ദിവസം മാത്രമേ ഇനി ഉള്ളൂ. അപ്പോൾ കൃത്യമായ രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.